ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണമാണ്. ഓണസദ്യയിലെ ഏറ്റവും മെയിൻ ഒരു സാധനമാണ് നമ്മുടെ പായസം എന്ന് പറയുന്നത്. അപ്പോൾ പായസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ പോയിട്ട് എന്താ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. മുന്തിരി വേണ്ടവർക്ക് എടുക്കാം കേട്ടോ. പിന്നെ നാളികേരപ്പാലാണ്, ഇത് 1-ാം പാല്, ഇത് 2-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉള്ളത്. അതിൽ ശർക്കര ഉരുക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമ്മുടെ ഗോതമ്പ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ പായസം വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഗോതമ്പ് വേവണമല്ലോ, അതിനുള്ള വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. നേരെ അടുപ്പ് കത്തിച്ച് ഞാൻ അടുപ്പിലേക്ക് നമ്മുടെ പായസത്തിൻ്റെ ഗോതമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗോതമ്പ് നന്നായി തിളച്ച് വന്നു തുടങ്ങി. അപ്പോൾ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. വേവായെങ്കിൽ നമുക്ക് ഇറക്കാം, വേവായിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വേവിക്കണം. ഏകദേശം എൻ്റെ ഗോതമ്പ് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്, നന്നായി തിളപ്പിച്ച്. അതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കേട്ടോ. ശർക്കരപ്പാനി ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു, എന്നിട്ട് മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അടുത്തത് ഒഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് മധുരം കുറവായി. ഇനി നമുക്ക് നാളികേരപ്പാലൊക്കെ ഒഴിക്കണമല്ലോ, അപ്പോൾ മധുരം കുറവായെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ശർക്കരപ്പാനി ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. പിന്നെ ഞാൻ ആദ്യം 2-ാം പാലാണ് ഒഴിച്ചത്. അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടോ. 2-ാം പാൽ ഒഴിച്ച് നന്നായി നമ്മുടെ ഗോതമ്പിനെ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ച് ഞാൻ നന്നായി തിളപ്പിച്ച് ഒത്തിരി കുറുക്കി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് അധികം ചാറ് പോലെ വേണ്ടല്ലോ, പായസം ഒത്തിരി കട്ടിയിൽ വേണമല്ലോ ഗോതമ്പൊക്കെ കണ്ട്. ഈ സമയത്ത് മധുരത്തിൽ കൂടുതലായി നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധുരം ലെവലാവും. അപ്പോൾ അതിലേക്കുള്ള മധുരത്തിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ 2-ാം പാൽ ഒഴിക്കുമ്പോൾ മധുരമാണെന്ന് നോക്കട്ടെ. നമ്മൾ അതിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ചു. ഇനി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇറക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പായസം ഇറക്കാം കേട്ടോ. അതായത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പായസം ഇറക്കി. ഇനി കുറച്ചൊരു പാത്രം എടുത്തു, അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു. നമ്മുടെ അണ്ടിപ്പരിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വറുത്തെടുക്കാനാണ്. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ഇളക്കി മറിച്ചു. അപ്പോൾ അത്യാവശ്യം ഞാൻ നന്നായി അണ്ടിപ്പരിപ്പ് ഇട്ടു. എനിക്ക് നല്ല ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കടിക്കുന്നത്. മുന്തിരി അത്രയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ അണ്ടിപ്പരിപ്പിട്ട് നന്നായി ഇളക്കി. ഈ അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളറായിട്ട് ഞാൻ നേരെ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പണി. അതിന് പായസം നന്നായി ഇളക്കി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ വളരെയധികം പേർക്ക് കുടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ ലുക്ക്, ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായ ഒരു ഗോതമ്പ് പായസമായിരുന്നു. ഈ ഗോതമ്പ് പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഓണസദ്യയിൽ ഇതും നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.